നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്ര ദർശനം വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ റീൽസായി പങ്കുവച്ച സംഭവത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CPI ജില്ലാ കൌൺസിൽ ആവശ്യപ്പെട്ടു. അലവി സെന്റർ കനകമല റോഡ് നിർമ്മാണത്തിന് തുടക്കം. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ജില്ലയിലെ ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനം. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഒറ്റയടിക്ക് 1 പവൻ സ്വർണത്തിന് 2200 രൂപ കൂടി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനം ആരംഭിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാവനാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ റീൽസായി പങ്കുവച്ച സംഭവത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി. KPCC മീഡിയ പാനലിസ്റ്റും ഹൈക്കോടതി അഭിഭാഷകനുമായ VR അനുവാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ രാജീവ് ചന്ദ്രശേഖർ ദർശനത്തിനെത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് റീൽസായി ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. വിഷു ദിവസം മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലയിലാണ് റീൽസ് ചിത്രീകരിച്ചത്. കൂടാതെ ഇതേ സ്ഥലത്ത് റീൽസ് ചിത്രീകരിച്ച ജസ്ന സലീമിനെതിരെ കലാപശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് VR അനൂപ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത്. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CPI ജില്ലാ കൌൺസിൽ ആവശ്യപ്പെട്ടു. യാത്രക്കാർക്ക് ദുരിതവും ഗതാഗതക്കുരുക്കും രൂക്ഷമായ സാഹചര്യത്തിൽ മണ്ണുത്തി അങ്കമാലി റോഡിൽ ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് ഉണ്ടാകുന്നത്. ബദൽ യാത്രാ സൗകര്യമൊരുക്കാതെ അടിപ്പാതകൾ നിർമ്മിക്കുന്നതിന്റെ പേരിൽ ദേശീയപാത അടച്ചുകെട്ടി. സർവീസ് റോഡുകൾ തകർന്ന നിലയിലാണ്. മണിക്കൂറുകളോളമാണ് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക്. ഈ സാഹചര്യത്തിൽ പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം കഴിഞ്ഞ 16-ന് പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KK വത്സരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, മന്ത്രി K രാജൻ, രാജാജി മാത്യു തോമസ്, P ബാലചന്ദ്രൻ MLA, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അലവി സെന്റർ കനകമല റോഡ് നിർമ്മാണത്തിന് തുടക്കം. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ജില്ലയിലെ ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനം. കാലങ്ങളായി ഗതാഗത യോഗ്യമല്ലാതെ തകർന്നു കിടന്നിരുന്ന അലവി സെന്റർ കനകമല റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന PMSGY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.41 കോടി രൂപ ചെലവിലാണ് 3.67 കിലോമീറ്റർ ദൂരത്തിൽ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ചാലക്കുടി നഗരസഭയിലും കൊടകര പഞ്ചായത്തിലുമായി കിടക്കുന്ന ഈ റോഡ് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പ്രധാന മാർഗമാണ്. വർഷങ്ങളായി റോഡ് തകർന്നു കിടന്നത് മൂലം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ബെന്നി ബെഹനാൻ MP-യുടെയും സനീഷ് കുമാർ ജോസഫ് MLA-യുടെയും ശ്രമഫലമായി റോഡ് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും പ്രവൃത്തിക്കായി 3.41 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കി വരുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. റോഡ് നിർമ്മാണത്തിനുള്ള കല്ലും മെറ്റലും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള റോഡിലെ സാമഗ്രികൾ തന്നെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതാണ് പുതിയ സാങ്കേതിക വിദ്യ. ഇതിലൂടെ പുതിയ റോഡ് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ 75% ഇതിൽ നിന്ന് തന്നെ ഉപയോഗപ്പെടുത്താനാകും. വലിയ മിഷനറികൾ ഉപയോഗിച്ച് നിലവിലുള്ള റോഡ് പൂർണ്ണമായും പൊളിച്ച്
ടാറും കല്ലും മണ്ണും പൊടിച്ചതിനു ശേഷം സിമന്റും കെമിക്കലും കൂട്ടി യോജിപ്പിച്ചാണ് റോഡിൽ വിരിക്കുന്നത്. റോഡ് നിർമ്മാണ പ്രവൃത്തി വിലയിരുത്താൻ ചെയർമാൻ ഷിബു വാലപ്പൻ, വാർഡ് കൌൺസിലർമാരായ ജോയ് ചാമവളപ്പിൽ, സൗമ്യ വിനേഷ്, വികസനകാര്യ ചെയർമാൻ ബിജു എസ് ചിറയത്ത്, മുൻ ചെയർമാൻമാരായ വി.ഒ. പൈലപ്പൻ, ആലിസ് ഷിബു, പൊതുപ്രവർത്തകരായ ആൻഡു വി.എം, ഷൈൻ മുണ്ടക്കൽ, ബൈജു അറക്കൽ, ഷിഫ സന്തോഷ്, ശിവരാമൻ ടി.എ, അരുൺകുമാർ പി.കെ, ജോസ് കോച്ചേക്കാടൻ, പുഷ്പാകരൻ പള്ളാടൻ, റഹ്മത്തുള്ള മടപ്പിള്ളി, ജോണി മഞ്ഞാങ്ങ എന്നിവർ സ്ഥലത്തെത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഒറ്റയടിക്ക് 1 പവൻ സ്വർണത്തിന് 2200 രൂപ കൂടി. ഇന്ന് 1 ഗ്രാം സ്വർണത്തിന് 275 രൂപയും 1 പവന് 2200 രൂപയുമാണ് കൂടിയിരിക്കുന്നത്. ഇതോടെ 1 ഗ്രാം സ്വർണവില 9290 രൂപയും പവൻ വില 74,320 രൂപയുമായി. 24 ക്യാരറ്റ് സ്വർണം 1 കിലോഗ്രാമിന് 1 കോടി രൂപയ്ക്ക് മുകളിലായി. 10 ഗ്രാമിന് ആദ്യമായി 1 ലക്ഷമായി ഉയർന്നു. 22 ക്യാരറ്റ് സ്വർണം 2 ആഴ്ചക്കിടെ 8,520 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 2 ആഴ്ചക്കിടെ ഇത്രയും വലിയ വർധന സ്വർണവിലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 7,650 രൂപയാണ് ഇന്ന് നൽകേണ്ടത്. വെള്ളിയുടെ വില ഗ്രാമിന് 109 രൂപയിൽ തന്നെ നിൽക്കുന്നു. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞെട്ടലുണ്ടാക്കുന്ന കണക്കാണ് വിപണിയിൽ നിന്നുള്ളത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനം ആരംഭിച്ചു. ഏപ്രിൽ 26-ന് തൃശൂരിൽ വെച്ച് നടക്കുന്ന മെഗാ ജോബ് ഫെയറിന് മുന്നോടിയായി ചാലക്കുടി ബ്ലോക്ക് ജോബ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് പരിശീലന പരിപാടി. വൈസ് പ്രസിഡന്റ് വനജ ദിവാകരന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. ജേക്കബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി.വി. ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബാഹുലയൻ, ലീന ഡേവിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജോയിന്റ് ബി.ഡി.ഒ ജഗദീഷ് പി നന്ദി അറിയിച്ചു. സോഫ്റ്റ് സ്കിൽ ട്രെയിനർ പ്രതിഭ കെ ക്ലാസ് എടുത്തു. ഇന്റർവ്യൂ അഭിമുഖീകരിക്കുന്നത് എങ്ങനെ, ഇംഗ്ലീഷ് ഭാഷാ നൈപുണി, സോഫ്റ്റ് സ്കിൽ തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം. ഏപ്രിൽ 22 ചൊവ്വാഴ്ച കൊരട്ടി പഞ്ചായത്ത് ഹാളിലും 23 ബുധനാഴ്ച കോടശ്ശേരി പഞ്ചായത്ത് ഹാളിലും 24 വ്യാഴാഴ്ച മേലൂർ പഞ്ചായത്ത് ഹാളിലും 25 വെള്ളിയാഴ്ച പരിയാരം അതിരപ്പള്ളി പഞ്ചായത്ത് ഹാളുകളിലും പരിശീലന സെഷനുകൾ ഉണ്ടായിരിക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാവനാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ എം.എൽ.എ. നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 43 ലക്ഷം രൂപ ചെലവിലാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാവനാട് റോഡിന്റെ നവീകരണം നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സനല ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 275 രൂപ കൂടി. ഗ്രാമിന് 9,290 രൂപ, പവന് 74,320 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്ര ദർശനം വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ റീൽസായി പങ്കുവച്ച സംഭവത്തിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി.
പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CPI ജില്ലാ കൌൺസിൽ ആവശ്യപ്പെട്ടു. അലവി സെന്റർ കനകമല റോഡ് നിർമ്മാണത്തിന് തുടക്കം. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ജില്ലയിലെ ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനം. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഒറ്റയടിക്ക് 1 പവൻ സ്വർണത്തിന് 2200 രൂപ കൂടി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനം ആരംഭിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കാവനാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.